ഉത്തർപ്രദേശിലെ സമ്പാദിൽ 2024 നവംബർ 24 പൊട്ടിപ്പുറപ്പെട്ട അക്രമം ഇന്ത്യയിൽ ആരാധനാലയങ്ങളെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു. സമ്പാലിലെ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഷാഹി ജുമാ മസ്ജിദിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നം എങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? ഗ്യാൻ വ്യാപി അയോധ്യ രാജജന്മഭൂമി തർക്കങ്ങളുമായി ഈ പ്രശ്നത്തിന് പൊതുവായുള്ള സമാനതകൾ എന്തൊക്കെയാണ്? നവംബർ 19 ജില്ലാ സെഷൻസ് കോടതിയിൽ ഹരിശങ്കർ ജെയിനും മറ്റുള്ളവരും ഒരു ഹർജി സമർപ്പിക്കുന്നു. സമ്പാലിലെ 16-ാം നൂറ്റാണ്ടിലെ ജുമാ മസ്ജിദ് ഒരു പുരാതന ഹരിഹർ മന്ദിറിന്റെ സ്ഥാനത്താണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഹർജിക്കാർ ആരോപിക്കുന്നത്. സമാനമായ ഹർജികൾ വാരണാസിയിലെ ഗ്യാൻവ്യാപി പള്ളി, ഉത്തർപ്രദേശിലെ ഈദ്ഗഹ് മസ്ജിദ് മഥുര, മധ്യപ്രദേശിലെ ധാറിൽ സ്ഥിതി ചെയ്യുന്ന കമാൽ മൗല മസ്ജിദ് എന്നിവയ്ക്കെതിരെയും സമർപ്പിച്ച വ്യക്തിയാണ് ഹരിശങ്കർ ജെയിൻ. എന്നാൽ 500 വർഷം പഴക്കമുള്ള സമ്പാലിലെ ജുമാ മസ്ജിദ് ഒരു സംരക്ഷിത ദേശീയ സ്മാരകമാണ്. ഏത് ഇടപെടലും 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ വെല്ലുവിളിക്കും. എന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം? ഹിയറിംഗിന് ശേഷം അതേ ദിവസം തന്നെ സിവിൽ ജഡ്ജി പള്ളിയുടെ ഫോട്ടോഗ്രാഫിക് ആൻഡ് വീഡിയോഗ്രാഫിക് സർവേക്ക് ഉത്തരവിടുകയും അതിന്റെ റിപ്പോർട്ട് നവംബർ 29 മുൻപാകെ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പള്ളിയുടെ ഇൻസ്റ്റസാമിയ കമ്മിറ്റിയോട് കോടതി കൂടിയാലോചിച്ചില്ല. ഉത്തരവിനെ തുടർന്ന് കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണർ രമേശ് രാഘവ് ഉൾപ്പെടെയുള്ള സർവേ സംഘം മഗ്രിബ് പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലെത്തി. പോലീസ് സൂപ്രണ്ട്, മസ്ജിദ് കമ്മിറ്റി അംഗങ്ങൾ, സമ്പാൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സമാധാനപരമായാണ് നവംബർ 19 ആദ്യ സർവേ നടത്തിയത്. എന്നാൽ നവംബർ 24 നടന്ന രണ്ടാമത്തെ സർവേ വലിയ തോതിലുള്ള അക്രമത്തിന് കാരണമായി. രാവിലെ സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ അനുഗമിച്ചു അപേക്ഷകർ ഒരാളായ ഒരു പ്രാദേശിക പുരോഹിതനും കൂടെ ഒരു സംഘവും ഉണ്ടായിരുന്നു. അവർ സർവേ നടപടികൾ നടക്കുമ്പോൾ പുറത്ത് ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കി സംഘർഷ അന്തരീക്ഷം സൃഷ്ടിച്ചു. നിരവധി പ്രതിഷേധക്കാർ പള്ളിക്ക് സമീപം തടിച്ചുകൂടി. പരസ്പരം കല്ലേറുണ്ടായി. പോലീസ് നടത്തിയ വെടിവയ്പിൽ 2 കൗമാരക്കാർ ഉൾപ്പെടെ 5 പേർ മരിച്ചു. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചെന്നാണ് പോലീസ് വാദം. എന്നാൽ പ്രാദേശിക MLA സിയാവൂർ റഹ്മാൻ ബാർക്ക് പോലീസിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നു. മരിച്ചവരിൽ നിരായുധരായ ആളുകൾ അവരുടെ ദൈനംദിന ജോലികൾക്കായി പോയവരാണെന്ന് അദ്ദേഹം പറയുന്നു. പോലീസ് തങ്ങളുടെ വീടുകൾ അടിച്ചു തകർത്തതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അയോധ്യയിലെയോ വാരണാസിയിലോ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം മാത്രമാണ് സമ്പാൽ തർക്കം ഉടലെടുത്തത്. നൂറ്റാണ്ടുകളായി വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ സമാധാനപരമായി ജീവിക്കുന്നു. 1526-നും 1530-നും ഇടയിൽ മുഗൾ ചക്രവർത്തി ബാബർ തന്റെ ഭരണകാലത്ത് നിർമ്മിച്ച 3 പള്ളികളിൽ ഒന്നാണ് സമ്പാലിലെ ജുമാ മസ്ജിദ്. മറ്റ് 2 പാനിപ്പത്തിലെ മുസ്ലിം പള്ളിയും 1992 തകർപ്പെട്ട അയോധ്യയിലെ ബാബറി മസ്ജിദുമാണ്. 1528 ബാബറിന്റെ ജനറൽ മിർ ഹിന്ദു ബേഗാണ് സമ്പാൽ മസ്ജിദ് പണി കഴിപ്പിച്ചത്. പ്രസിദ്ധ ചരിത്രകാരനായ ഹൊവാർഡ് ക്രെയിൻ ദ പാട്രണേജ് ഓഫ് ബാബർ ആൻഡ് ദ ഒറിജിൻസ് ഓഫ് മുഗൾ ആർക്കിടെക്ചർ എന്ന തലക്കെട്ടോടെ എഴുതിയ ഒരു ലേഖനത്തിലും സമ്പാലിലെ ജുമാ മസ്ജിദിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഭൂരിഭാഗം ചരിത്രകാരന്മാരും ഈ മസ്ജിദ് ബാബറിന്റെ ജനറൽ ഹിന്ദു ബേഗിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ചിലർ മസ്ജിദ് യഥാർത്ഥത്തിൽ തുഗ്ലക് കാലഘട്ടത്തിലെ ഒരു സ്മാരകമാണെന്നും മുഗൾ ഭരണാധികാരികൾ അതിന്റെ വാസ്തുവിദ്യയിൽ ചില സവിശേഷതകൾ ചേർത്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ഹർജിക്കാർ പറയുന്നത് ഷാഹി ജമാ മസ്ജിദ് പുരാതന വിഷ്ണു ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ്. വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കി ഇവിടെ സമ്പലിൽ ഇറങ്ങുമെന്നും അവർ വിശ്വസിക്കുന്നു. സമ്പാൽ വിഷയം 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുന്നു. ഈ നിയമപ്രകാരം എല്ലാ ആരാധനാലയങ്ങളുടെയും 1947 ഓഗസ്റ്റ് 15 നിലനിന്നിരുന്ന മതപരമായ സ്വഭാവം അതേപടി തുടർന്നും നിലനിർത്തേണ്ടതുണ്ട് എന്ന് വിവക്ഷിക്കുന്നു. ബാബറി മസ്ജിദ്, രാമജന്മഭൂമിയെ പറ്റിയുള്ള തർക്കം മാത്രമാണ് ഇതിന് ഒരു അപവാദം. ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളുടെ സാധ്യതകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമം. ഏതെങ്കിലും ആരാധനാലയം പരിവർത്തനം ചെയ്യുന്നത് നിരോധിക്കുന്നതിനും ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം 1947 ഓഗസ്റ്റ് 15 നിലനിന്നിരുന്നത് പോലെ നിലനിർത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങൾക്കായിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത്. ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഒരു സ്ഥലത്തിന്റെ പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയമാക്കി മാറ്റുന്നത് വ്യക്തമായി തടയുന്നതിലൂടെ നിയമത്തിന്റെ സെക്ഷൻ 3 സംവാദത്തിന് പോലും ഇടം നൽകുന്നില്ല. 1991 നിയമത്തിന് വിരുദ്ധമായി ആരാധനാലയത്തിന്റെ അടിസ്ഥാന സ്വഭാവം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് സമ്പലിൽ സമർപ്പിച്ച ഹർജി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വാക്കാലുള്ള നിരീക്ഷണം ഹർജിക്കാർ ഉദ്ധരിക്കുന്നു.
2022 ചന്ദ്രചൂഡ് പറഞ്ഞതായി റിപ്പോർട്ടുള്ളത്. ഒരു സ്ഥലത്തിന്റെ മതപരമായ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കുന്നത് ഒരു നടപടിക്രമം എന്ന നിലയിൽ നിയമത്തിലെ വ്യവസ്ഥകൾ തെറ്റിക്കണമെന്നില്ല. ആരാധനാലയ നിയമത്തെ ചോദ്യം ചെയ്ത് 4 ഹർജികളാണ് സുപ്രീം കോടതിയിൽ വന്നത്. വാരണാസി, മധുര, ധാർ, ഇപ്പോൾ സംഭാൽ. ഇവിടങ്ങളിലെ ആരാധനാലയങ്ങളുടെ മതപരമായ സ്വഭാവം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതികൾ അംഗീകരിച്ചു. ആരാധനാലയ നിയമത്തിനെതിരായ വെല്ലുവിളികളിൽ സുപ്രീം കോടതി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. നൂറ്റാണ്ടുകളായി സംഭാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ പ്രതീകമായിരുന്നു. ഇന്ന് അത് വിഭജനത്തിന്റെ ഒരു ഫ്ലാഷ് പോയിന്റായി മാറാനുള്ള അപകടത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നത്? ഇതിനെല്ലാം പുറകിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ? എന്താണ് നിങ്ങൾ കരുതുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.